ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു പിസ്സയാണ് കാണിക്കുന്നത്. അതിനായിട്ട് 2 മുട്ട ഇതേപോലെ ഒരു പാനിലേക്ക് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് ബ്രെഡ് പീസസ് ഇതേപോലെ അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മുട്ടയുടെ ഒരു സൈഡൊന്ന് ഏകദേശം ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് അടിയിലായിട്ടുണ്ട്. ഇനി ഈ മുകളിൽ ഭാഗത്തേക്ക് നമുക്ക് പിസ്സ സോസോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് വെജിറ്റബിൾസോ ചിക്കനോ പനീറോ എന്താണോ നിങ്ങൾക്ക് ടോപ്പിംഗ് വേണ്ടത് അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സവാള, ക്യാപ്സിക്കം, ചിക്കന് ആണ് ചേർത്ത് കൊടുത്തത്. അതിന് മുകളിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചീസ്, അതായത് നല്ല ചീസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ, മിനിമലായിട്ടാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് ഏകദേശം ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് നല്ലപോലെ സ്റ്റീം ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവിയൊക്കെ നല്ലപോലെ കയറി ആ ചീസൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ ആ ബ്രെഡ് പീസസ് ആണ് ഏറ്റവും താഴെയുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസസ് ഉണ്ട്. ആ ഒരു സ്പേസ് വെച്ചിട്ട് ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിരുന്നു. ഓൾറെഡി ടോസ്റ്ററാണ്, എന്നാലും മറിച്ചിട്ടതിന് ശേഷം അപ്പത്തെ സൈഡ് കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള പാൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വലിയവർക്കാണെങ്കിലും വൈകുന്നേരങ്ങളിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഇത് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നടുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് നമുക്ക് നമ്മൾ വെച്ച് കൊടുത്ത ആ ഒരു ടോപ്പിങ്സ് ഒക്കെ വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചീസി ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇതിനകത്ത് വെജിറ്റബിൾ ഫില്ലിങ്ങോ അല്ലെങ്കിൽ ചിക്കൻ ഫില്ലിങ്ങോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ച് അല്ലെങ്കിൽ ബ്രെഡ് പിസ്സ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക. താങ്ക്